നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഒരു മുൻനിര മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിനായി നിർബന്ധിച്ചത് ഒരാളെ അല്ല, രണ്ടുപേരെയാണ്. അത് നിർബന്ധിച്ചു എന്നത് മാത്രമല്ല, അതിന് കൂട്ടുനിന്നത് മറ്റൊരു യുവതിയുടെ ബന്ധുവാണെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അല്ല, അതിൽ കുറച്ചുകൂടെ വിശദീകരിക്കണം. രണ്ട് യുവതികളെ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടം പ്രേരിപ്പിക്കുക മാത്രമല്ല, ബംഗളൂരുവിൽ വെച്ച് ഈ രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തി. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ആദ്യ ഗർഭചിത്രം നടത്തിയ യുവതിയും ബന്ധുവുമാണ് രണ്ടാമത്തെ ഗർഭചിത്രം നടത്തിയ യുവതിയെ സഹായിച്ചത്. അതാണ് ഏറ്റവും അതിൻ്റെ ഒരു സൂപ്പർ ബ്രേക്കിംഗ്. ഇത്തരമൊരു നിർണായക വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മാതൃഭൂമിയാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി. അതുകൊണ്ട് തന്നെ വാർത്തയെ നമുക്ക് ഇപ്പോൾ മറ്റൊരു തരത്തിൽ വീക്ഷിക്കുക വയ്യ. പക്ഷേ ഈ വാർത്ത നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഒട്ടനവധി സംശയങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. ഒന്ന്, ബംഗളൂരുവിൽ നടന്ന രണ്ട് ഗർഭചിത്രങ്ങൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എന്നൊരു വാർത്തയാണ് മാതൃഭൂമി ബ്രേക്ക് ചെയ്തത്. ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ പോലും ഞെട്ടിപ്പോയി. രണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭമാണ് എന്ന ഒരു നിഗമനം. ഇതിൽ ശാസ്ത്രീയ പരിശോധന നടന്നിട്ടില്ല. പരാതിക്കാർ ഇതുവരെ രംഗത്തെത്തിയില്ല എന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. അവർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ ഒരു ഞെട്ടലോടെ കേട്ടിരുന്നത് റിപ്പോർട്ടറിൽ നിന്നാണ്. ഇപ്പോൾ മാതൃഭൂമി വളരെ ഗൗരവത്തോടെ ഈ വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ വാർത്തയിൽ നമുക്ക് സംശയം വേണ്ട. രണ്ട് കാരണങ്ങളായിരിക്കും ഈ വാർത്തയ്ക്ക് പിന്നിൽ. ഒന്നുകിൽ മാതൃഭൂമിക്ക് നേരിട്ട് അന്വേഷിച്ച് ഈ വിവരം ലഭിച്ചു കാണും, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഈ വാർത്തയെ സംബന്ധിച്ചുള്ള സൂചനകൾ മാതൃഭൂമിക്ക് നൽകി കാണും. രണ്ട് തലത്തിലായാലും അതീവ ഗൗരവതരമാണ് ഈ വിഷയം. ക്രൈംബ്രാഞ്ചിന് അത്ര ബോധ്യമില്ലാത്ത ഒരു കാര്യം ക്രൈംബ്രാഞ്ച് പുറത്തുവിടാൻ ഇത്തരം വളരെ വിവാദപരമായി നിൽക്കുന്ന ഈ അവസരത്തിൽ സാധ്യതയില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇങ്ങനൊരു വാർത്ത പുറത്തുവിട്ടുവെങ്കിൽ അത് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ ഈ വാർത്തയുടെ നിജസ്ഥിതി തെളിയിക്കാൻ കേരളത്തിലെ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഈ അന്വേഷണ സംഘത്തിന് ധാർമ്മികമായ ബാധ്യതയുണ്ട്. ഒരു ജനപ്രതിനിധിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഒന്നല്ല, രണ്ട് യുവതികളെ ഗർഭചിത്രം ചെയ്തു. രണ്ട് യുവതികളും ഗർഭചിത്രം ചെയ്യപ്പെട്ടത് ബംഗളൂരുവിലാണ്. ഇതുവരെ എത്തി ക്രൈംബ്രാഞ്ച് ബംഗളൂരുവിലെ പ്രസവ വാർഡിൽ വരെ എത്തി. പക്ഷെ ഇവിടെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഗർഭചിത്രം സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയ ലക്ഷ്മി പത്മ എന്ന ഒരു വനിതാ ജേർണലിസ്റ്റ്, അവർ പറയുന്നത് അശാസ്ത്രീയ ഗർഭചിത്രം എന്നാണ്. അപ്പോൾ ബംഗളൂരുവിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നത് എങ്കിൽ എങ്ങനെ അതൊരു അശാസ്ത്രീയ ഗർഭചിത്രമാകും? അവിടെ ഒരു വൈരുദ്ധ്യം തുടക്കത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ലക്ഷ്മി പത്മ പറയുന്നത് ഇനി മറ്റേതെങ്കിലും യുവതിയുടെ ഗർഭമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 3 ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടി വരും. ഒന്ന്, അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്തിയ യുവതി. 2 പേര് ബംഗളൂരുവിൽ വെച്ച് ഇന്ന് മാതൃഭൂമി പറഞ്ഞിരിക്കുന്ന ഈ വാർത്തയിലെ ഗർഭചിത്രം നടന്ന യുവതികൾ. അങ്ങനെയെങ്കിൽ 3 യുവതികൾ. അപ്പോൾ കേരളത്തിൽ ഗർഭചിത്രം നടത്തിയ യുവതികളെ തേടി ആശുപത്രികളോട് നടക്കുന്ന ഒരു പോലീസ് സംഘത്തെ, ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ക്രൈംബ്രാഞ്ചിനാണ്. പക്ഷേ ഈ വാർത്ത കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വാർത്തയിൽ എടുത്തു പറയുന്നു, ഇതുവരെ പരാതിക്കാർ രംഗത്തെത്തിയില്ല, പരാതിക്കാരില്ല. അതാണ് അതിൻ്റെ. ഈ യുവതികളോട് ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ മൊഴിയെടുക്കും എന്നാണ് വാർത്തയിൽ പറയുന്നത്. മൊഴിയെടുക്കുമ്പോൾ അവർക്ക് പരാതിയില്ലെങ്കിൽ ഈ കേസന്വേഷണം അവസാനിപ്പിക്കുമെന്നും ഈ വാർത്ത പറയുന്നു. അപ്പോൾ നമുക്ക് ഏറെ കൗതുകമുണ്ടാക്കുന്നത് ഈ 3 യുവതികളെ സംബന്ധിച്ചുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ. 2, ഇവർക്ക് പരാതി ഇല്ലെങ്കിൽ ഈ കേസ് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ക്രൈംബ്രാഞ്ച് നയം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? രാഹുൽ മാങ്കൂട്ടം നിരനിരയായ സ്ത്രീകളെ ഗർഭിണികളാക്കുകയും പിന്നീട് ഗർഭചിത്രം നടത്തുകയും ചെയ്തുവെങ്കിൽ അതൊരു വലിയ തെറ്റാണ്. അത് കൃത്യമായി തെളിയിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പോലീസ് സംവിധാനത്തിനുണ്ട്. അതിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ കേരള പൊതുസമൂഹത്തിനും ബാധ്യതയുണ്ട്, ധാർമ്മികമായ ബാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ കുറേയേറെ സംശയത്തിൻ്റെ പുകപടലം പുറത്തേക്ക് വിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ കൂട്ടത്തോടെ ആദ്യം പീഡനാരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞവർ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പിന്നീടാണ് ഈ ഗർഭചിത്ര കഥയൊക്കെ വന്നത്. അപ്പോൾ ഇതും ഗർഭചിത്രത്തിൻ്റെ കഥയാകുമ്പോൾ അതിൽ വലിയ സംശയങ്ങൾ നിഴലിക്കുന്നു. ഇതൊക്കെ ഒരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണോ? ഏറ്റവും ഭയാനകമായൊരു തലം ക്രൈംബ്രാഞ്ചിൻ്റെ പേരുപയോഗിച്ചാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്.
അപ്പോൾ ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട് എന്താണ്? രാഹുൽ മാങ്കൂട്ടം ഗർഭിണികളാക്കിയ 3 യുവതികളുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും പുറത്തേക്ക് വരണമല്ലോ. ഇനിയും യുവതികളുണ്ട് എന്ന സൂചന ഇതിനകത്ത് വരുന്നു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വെളിവുമില്ല എന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ യുവതികളൊക്കെയായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് ഗർഭിണിയാകാതിരിക്കാനുള്ള പ്രതിവിധി പോലും രാഹുലിന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഗർഭഛിദ്രവും അന്വേഷണവും നടക്കട്ടെ. അതിൻ്റെ നിജസ്ഥിതി കൃത്യമായി ക്രൈംബ്രാഞ്ച് കേരളത്തെ ബോധ്യപ്പെടുത്തട്ടെ. പക്ഷേ ഇന്ന് ഇതിൽ തന്നെ ഒരു സംശയമുള്ളത്, സാധാരണ കേൾക്കുന്ന പൊതുജനങ്ങൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്. അതായത് ഒരു യുവതി രാഹുലിൻ്റെ ഗർഭിണിയാക്കിയ ഒരു യുവതി രാഹുൽ ഗർഭിണിയാക്കിയ മറ്റൊരു യുവതിയെ സഹായിക്കുന്നു. ഇത് ലോജിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്താഗതിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മുടെ ലോജിക്കിനപ്പുറത്താണ്. കാരണം ദിവസം മുഴുവൻ ഉറങ്ങാതെ രാത്രിയിലിരുന്ന് ചാറ്റ് ചെയ്യുന്ന രാഹുലിനെ കുറിച്ചുള്ള കാമ മെസ്സേജുകളുടെ കഥയായിരുന്നു ആദ്യം കേരളത്തിലേക്ക് പടർന്നൊഴുകിയത്. പിന്നീട് രാഹുൽ നിരനിരയായി ഗർഭഛിദ്രം നടത്തിയ കഥകളാണ് കേരളത്തിലേക്ക് ഒഴുകിയത്. അപ്പോൾ ഇതൊന്നും കേരളത്തിന് അത്ര കേട്ടുകേൾവിയുള്ളതല്ല. അപ്പോൾ ഈ യുവതികളൊക്കെ പരസ്പരം അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത് ഈ കഥയുടെ മറ്റൊരു ഏടാണ്. അതാണ് ഗർഭഛിദ്രം ചെയ്ത ഒരു യുവതി മറ്റൊരു യുവതിയെ സഹായിച്ച് അതിൻ്റെ ഗർഭഛിദ്രം നടത്താൻ സഹായിച്ചു എന്നൊക്കെ പറയുന്നത്. ഇത്ര വിശാല മനസ്ഥിതിയുള്ള യുവതികളാണോ കേരളത്തിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറുവശത്ത് 2 യുവതികളെ ഇതുപോലെ ഒരുപോലെ ഗർഭിണികളാക്കിയെങ്കിൽ അവർ തീർച്ചയായും കട്ടക്കലിപ്പിൽ പുറത്തിറങ്ങി പരാതി കൊടുക്കില്ലേ? അപ്പോൾ തന്നെ ഈ കഥയിൽ ചോദ്യങ്ങളില്ല എന്നതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിലും വലിയ ചോദ്യങ്ങൾ ഉയർത്താൻ നമുക്ക് കഴിയുന്നില്ല. അത് ഒരു വശം. മറുവശത്ത് ഇന്ന് നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ എല്ലാം AI ചെയ്തതായിരിക്കുമല്ലോ എന്ന്. ഒരു ശബ്ദരേഖയെക്കുറിച്ച് ഇന്നലെ അടൂർ പ്രകാശിൻ്റെ കമൻറ്റിന് ശിവൻകുട്ടി പറഞ്ഞതാണ്, എല്ലാം AIയുടെ തലയിൽ വെച്ചാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടം എളുപ്പം വെളുക്കുമല്ലോ എന്ന്. ഒരുപക്ഷെ ഈ ഗർഭഛിദ്ര കഥയും കുറച്ച് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഗർഭിണിയായതാണ് എന്നുള്ള ഒരു ചിലപ്പോൾ വിശദീകരണം വരുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന്. ഇന്നലെ അടൂർ പ്രകാശ് വളരെ ശക്തമായ ഒരു പ്രസ്താവന നടത്തി. ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളിലും ചില ചാനലുകളിലുമൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇതൊരു ശക്തമായ വാർത്തയായതിനെ തുടർന്ന് കോൺഗ്രസ് ക്യാമ്പ് ഉണർത്തു. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് രംഗത്തെത്തിയത്. ആ ശബ്ദരേഖ നിർമ്മിതമെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം. പക്ഷെ ഇവിടെ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടൊരു പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്നു? അതിന് കാരണം രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം 3 യുവതികളെ ഗർഭഛിദ്രം നടത്തിയെങ്കിൽ താൻ എത്ര പേരെ ഗർഭിണിയാക്കി എത്ര പേരെ ഗർഭഛിദ്രം നടത്തിയെന്ന് രാഹുൽ വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിക്കാത്തതിന് നമുക്ക് രാഹുലിനെ ഇപ്പോൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം രാഹുലിൻ്റെ സ്വകാര്യതകൾ സംബന്ധിച്ച് രാഹുൽ എന്തിനാണ് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്? 1. 2, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി കേരളത്തെ ബോധ്യപ്പെടുത്തട്ടെ, കോടതിക്ക് മുൻപാകെ എത്തിക്കട്ടെ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു നിലപാട്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനും കഴിയില്ല. കാരണം ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ച് അന്വേഷണം നടത്തുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. ആദ്യ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഭയപ്പെട്ട് പുറകോട്ട് മാറിയെങ്കിലും വളരെ ശക്തമായ നിലപാട് സർക്കാർ പിന്തുണ നൽകി വീണ്ടും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. അവർ കണ്ടുപിടിക്കട്ടെ ബംഗളൂരുവിലെ പ്രസവ വാർഡിൽ എന്താണ് നടന്നത്, അശാസ്ത്രീയമായിരുന്നോ ശാസ്ത്രീയമായിരുന്നോ, ഇത് രാഹുലിൻ്റെ തന്നെ ഗർഭമാണോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കില്ല. DNA പരിശോധിക്കാൻ മാർഗ്ഗമില്ല. കാരണം എല്ലാം ഗർഭഛിദ്രത്തിലൂടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഇരകളുടെ മൊഴിക്ക് അവിടെ പ്രാധാന്യമുള്ളൂ. ഇരകളുടെ മൊഴി വരട്ടെ, അവരുടെ പരാതി വരട്ടെ. പരാതി ഇല്ലാത്തടത്തോളം കാലം, മൊഴി ഇല്ലാത്തടത്തോളം കാലം അതൊക്കെ ഇങ്ങനെ വായുവിൽ നിൽക്കും. ഇവിടെയാണ് അടൂർ പ്രകാശ് മുന്നോട്ട് വയ്ക്കുന്ന ചില വാദങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയാതെ വരുന്നത്. അടൂർ പ്രകാശ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ കൃത്രിമമായി തയ്യാറാക്കിയ ശബ്ദരേഖയാണത്. ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് UDF കൺവീനറായ അടൂർ പ്രകാശ് ഇത്തരമൊരു ഗുരുതര വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇതിന് മറുപടി പറയാൻ ക്രൈംബ്രാഞ്ചിന് ഉത്തരവാദിത്വമുണ്ട്. 1, ആ ശബ്ദരേഖ വ്യാജമാണോ അല്ലയോ. ഇതിനും ക്രൈംബ്രാഞ്ച് ഒരു എക്സ്ക്യൂസ് ഇന്ന് മാതൃഭൂമി ന്യൂസിലൂടെ നമുക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതാണ് അതിനേക്കാൾ വലിയ ഒരു വിചിത്രമായ വശം. ഈ ശബ്ദരേഖ ഒറിജിനലി റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഇരയുടെ മൊബൈൽ ഫോണിലാണ്. അപ്പോൾ ഇര മൊബൈൽ ഫോൺ തങ്ങളെ ഏൽപ്പിച്ചില്ല എങ്കിൽ ഈ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കാൻ കഴിയില്ല എന്ന് ക്രൈംബ്രാഞ്ച് ഇന്ന് വെളിപ്പെടുത്തിയെന്നാണ് മാതൃഭൂമിയിലുള്ളത്. അപ്പോൾ അതും സ്വാഹ. ആർക്കെതിരെയും ഏത് ശബ്ദരേഖ വേണമെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാം.
അതിൻ്റെ ആധികാരികത തെളിയിക്കാൻ യാതൊരുവിധ ഉത്തരവാദിത്വപ്പെട്ട ഏജൻസികൾക്കില്ല. ഇത്തരമൊരു ശബ്ദരേഖ പുറത്തു പോയിട്ടുണ്ട് എങ്കിൽ അത് സംശയിക്കപ്പെടുന്ന മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാകണം. അതല്ലാതെ ഒരാളുടെ പേരിൽ ഒരു ശബ്ദരേഖ പുറത്തേക്ക് വിട്ട് അയാളെ പുറകെ കല്ലെറിഞ്ഞ് വീഴ്ത്തി ആനന്ദം കണ്ടെത്തുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഗുരുതരമായ ആരോപണം അടൂർ പ്രകാശ് ഉയർത്തുമ്പോൾ നമുക്കതിന് നിഷേധിക്കാൻ കഴിയാതെ വരുന്നത്. അടൂർ പ്രകാശ് പറയുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിന് നിയമസഭയിൽ പങ്കെടുക്കാം. എന്നാൽ ഇവിടെ സതീശൻ ക്യാമ്പ് അക്കാര്യത്തിൽ ഒരു വിരുദ്ധ സമീപനം സ്വീകരിച്ചുവെന്നാണ് ഇന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സതീശൻ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴും ശക്തമായ നിലപാടിലാണ് എന്ന് പറയുമ്പോൾ സതീശന് ഈ ഗർഭചിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? അതാണ് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംശയം. അപ്പോൾ ഗർഭചിത്രത്തെക്കുറിച്ച്, ശബ്ദരേഖയെക്കുറിച്ച് സതീശൻ എന്തെങ്കിലും അറിയാമെങ്കിൽ സതീശൻ നിലപാട് വ്യക്തമാക്കണം. ഇതേ സതീശൻ 2 ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഇതുവരെ കേട്ടുകേൾവിയിൽ താൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ വി.ഡി. സതീശൻ എന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളെക്കുറിച്ച് കേരളത്തോട് പറഞ്ഞത് താൻ മറ്റൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആകെ കൂടി അറിഞ്ഞത് പണ്ടൊരു ഇക്ലി മെസ്സേജ് ഒരു നടി റിനി ആൻ ജോർജിന് ലഭിച്ചുവെന്ന് റിനി തൻ്റെ അടുക്കൽ വെളിപ്പെടുത്തി. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ മറ്റു യാതൊരുവിധ തെളിവുകളും തൻ്റെ പക്കലില്ല, മറ്റൊരു ആരോപണങ്ങളും തൻ്റെ പക്കലില്ല, പരാതിക്കാർ ആരും നിലവിലില്ല. പിന്നെന്തിനാണ് വി.ഡി. സതീശൻ ഇപ്പോഴും രാഹുൽ മങ്കൂട്ടം നിയമസഭയിൽ വരരുത് എന്ന് ശഠിക്കുന്നത്? അപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ച് വി.ഡി. സതീശൻ്റെ ക്ലാരിറ്റി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് പഴയ എ ഗ്രൂപ്പ് ഇപ്പോൾ കത്തിക്കൂടുന്നത്. എ ഗ്രൂപ്പിൻ്റെ പഴയ നേതാവ് നമ്മുടെ എം ഹസൻ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരിക്കുമായിരുന്നു. എം ഹസൻ ഈ കഴിഞ്ഞ ദിവസം കട്ടയ്ക്ക് പിന്തുണയുമായി ഹസൻ ശൈലിയിൽ തന്നെ രംഗത്തിറങ്ങി. ഇത് രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി. രാഹുൽ മങ്കൂട്ടം എന്തിനാണ് നിയമസഭയിൽ വരാതിരിക്കുന്നത്? രാഹുൽ മങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തു? പരാതിക്കാരെവിടെ? ഹസൻ്റെ ചോദ്യങ്ങൾ വളരെ ശക്തമാണ്. ഇതിനിടയിൽ കെ.സി. ജോസഫ് രംഗത്തെത്തി. അപ്പോൾ പഴയ എ ഗ്രൂപ്പ് നേതാക്കളൊക്കെ ഉണർന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ചിന്നിച്ചിതറിയ ഈ ഗ്രൂപ്പിൽ നിന്ന് രാഹുൽ മങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ നേരെ ചെന്ന് കയറിയത് സതീശൻ ക്യാമ്പിലായിരുന്നു. പിന്നീട് കെ.സി. ഗ്രൂപ്പിലേക്ക് പോയി. എന്നാൽ ഇത്ര നിർണായക ഘട്ടത്തിൽ സതീശൻ തങ്ങളെ സംരക്ഷിച്ചില്ല എന്നൊരു പൊതുബോധം ഇവർക്കൊക്കെയുണ്ട്, ഈ യുവ നേതാക്കൾക്കിടയിലുണ്ട്. ആ ഒരു ചാൻസ് ഉപയോഗിച്ച് എ ഗ്രൂപ്പ്, പഴയ എ ഗ്രൂപ്പിനെ എല്ലാം തടുത്തുകൂട്ടി രാഹുലിനൊക്കെ തങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. സമർത്ഥമായി പ്രതികരിക്കുന്നത് കെ മുരളീധരനാണ്. രാഹുൽ മങ്കൂട്ടം നിയമസഭയിലേക്ക് വരട്ടെ, അപ്പോൾ ഭരണപക്ഷം ചിലപ്പോൾ ഒരു പൂവങ്കോഴിയുടെ ശബ്ദം കേൾപ്പിക്കും. ഞങ്ങൾ മുകേഷ് വരുമ്പോൾ പ്രതിപക്ഷം പൂവങ്കോഴിയുടെ ശബ്ദം കേൾപ്പിക്കും. എ കെ ശശീന്ദ്രൻ വരുമ്പോൾ പൂച്ചയുടെ ശബ്ദം കേൾപ്പിക്കും. വളരെ നാച്ചുറാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന്. ഇതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു രാഷ്ട്രീയ പക്വത കെ മുരളീധരനുണ്ട്. പക്ഷേ ഈ വിഷയം പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ കത്തിയാളി നിൽക്കണമെന്ന് ഒരു പക്ഷേ വി.ഡി. സതീശന് സംശയമുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വി.ഡി. സതീശൻ ഗ്രൂപ്പിൻ്റെ പ്രതികരണം കാണുമ്പോൾ നമ്മൾ സംശയിച്ചു പോകും. അപ്പോൾ അതിൽ ഒരു ഗ്രൂപ്പ് മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ഈ ഗ്രൂപ്പ്, അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ, അവരത് ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം അവർക്ക് തന്നെ കിട്ടും. ഈ സെപ്റ്റംബർ 15-ാം തീയതി നിയമസഭയിലേക്ക് രാഹുൽ മങ്കൂട്ടം കടന്നു വരുമ്പോൾ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. സ്പീക്കറിന് മുന്നിൽ ക്രൈംബ്രാഞ്ച് രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ മറ്റൊരു ടേണിംഗ് പോയിന്റ്. ഇപ്പോൾ എന്ത് വിശദാംശങ്ങളാണ് ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത്? ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് രാഹുൽ മങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണം നടത്തിയ 4 മാധ്യമപ്രവർത്തകരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനാണ്. ഇതിലപ്പുറം ഒരു പരാതിക്കാരില്ല, ഇതിലപ്പുറം ഒരു തെളിവുകളും ക്രൈംബ്രാഞ്ചിന് മുന്നിലില്ല. അതിനിടയിൽ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പറയുന്നത് പോലെ 2 ഗർഭഛിദ്രം ബംഗളൂരുവിൽ നടന്നുവെങ്കിൽ ആശുപത്രി രേഖകൾ പരിശോധിക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് മലയാളികളായ 2 യുവതികളാണ്. ആ ഗർഭത്തിന് പിന്നിൽ രാഹുലാണോ എന്നൊക്കെ അവർ പരിശോധനയിലൂടെ, അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. ആ യുവതികൾ മൊഴി കൊടുക്കുമെങ്കിൽ. എങ്കിലും ഈ 4 മാധ്യമപ്രവർത്തകർക്കപ്പുറത്ത് ഒരു തെളിവുമില്ലാത്ത ഒരു ആരോപണം ആയി മാത്രം നിൽക്കുന്ന ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്പീക്കറെ വിവരമറിയിക്കുകയും രാഹുൽ മങ്കൂട്ടത്തിലെ നിയമസഭയിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന നിലപാടെടുക്കാൻ സ്പീക്കറിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ എന്താണ്? മറ്റൊരു FIR മുകേഷ് MLA-ക്കെതിരെ ഉണ്ടല്ലോ. അത് നിസ്സാരമായ ആരോപണമല്ല, ബലാത്സംഗത്തിൻ്റെ ആരോപണമാണ്. അതിൻ്റെ നിജസ്ഥിതിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് റിപ്പോർട്ടർ ചാനൽ ആരോപണങ്ങളിൽ നിന്നൊക്കെ എന്തോ ഒരു മിന്നൽ പോലെ മാറി നിൽക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV-യിൽ ഒരു വനിതാ ജേർണലിസ്റ്റ് അവിടുത്തെ ഒരു ന്യൂസ് എഡിറ്ററെ കുറിച്ച് ചില തുറന്നു പറച്ചിലുകൾ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ നടത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ പേരും തുറന്നു പറഞ്ഞു. അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുത്ത് ഇതൊരു വല്ലാത്ത ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇവിടെ നെല്ലും പതിരും തിരിഞ്ഞില്ലെങ്കിൽ
ഇനി കേരളത്തിൽ ഈ ആരോപണങ്ങൾ ഒരു വിലയുമില്ലാതായി പോകും. ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തി പണ്ട് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ കഥകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ എഴുതുന്നുണ്ട്. നമുക്കൊരിക്കലും രാഹുൽ മാങ്കൂട്ടം വിഷയം ഉമ്മൻചാണ്ടിയുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ രാഹുലിനെതിരെ ഇത്തരം കഥകൾ അങ്ങ് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കുറേയേറെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളുമൊക്കെ രാഹുലിനോട് ഒരു സിമ്പതി അവർക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്നതൊരു സ്വാഭാവികതയാണ്. കേട്ടുകേൾവിയില്ലാത്ത ആരോപണങ്ങളാണ്. ഇതൊക്കെ സത്യമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ഈ പൊളിറ്റിക്കൽ മാലിന്യമെന്ന് ചിലർ പറഞ്ഞ ഈ കഥാപാത്രത്തെ ഇവിടുന്ന് പൂർണ്ണമായി അകറ്റി നിർത്തണം. കാരണം നിരനിരയായ സ്ത്രീകളെ ഗർഭിണികളാക്കി ഗർഭചിത്രം നടത്തി എന്നൊക്കെ പറയുന്ന ഈ ഗുരുതര ആരോപണങ്ങൾ കൂട്ടുപിടിക്കുന്നു. അതെ അതെ. പക്ഷെ അവയ്ക്കപ്പുറം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഒട്ടേറെ സംശയങ്ങൾ ഇത്രയേറെ ശക്തമായ ആരോപണങ്ങൾക്കിടയിലും ഉണ്ട് എന്നതും സത്യമാണ്. തീർച്ചയായിട്ടും ഈ സംശയങ്ങൾ നീക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. എന്തായിരുന്നാലും രാഹുൽ ഏറ്റവും ഒടുവിലൊരു തീരുമാനം പറയാനും ഈ അന്വേഷണത്തിൻ്റെ ഗതി എങ്ങോട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്രതികരണത്തിനായിരിക്കും ഒരു പക്ഷേ കാത്തിരിക്കുന്നത്. പരാതിക്കാർ വരാത്തിടത്തോളം ഈ കേസ് എങ്ങും എത്തില്ല എന്നുള്ള ഒരു ഗതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും കാത്തിരുന്ന് തന്നെ. തീർച്ചയായിട്ടും. നന്ദി. നമസ്കാരം.